രാത്രി എന്താ ഇപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് കൊട്ടയിൽ ആരും കാണാതായിപ്പോയ 2 പഴുത്ത പഴം കണ്ടത്. കാണാതായിപ്പോയതുകൊണ്ട് തന്നെ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. മുറിക്കുന്ന സമയത്ത് ഞാൻ കരുതി അത് മുറിക്കാൻ നല്ല രീതിയിൽ കിട്ടില്ല എന്ന്. പക്ഷേ അത്ര പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതായത് നമ്മളില്ലേ പുറത്തുനിന്നും പഴംപൊരി കഴിക്കുന്ന സമയത്തുള്ള ടേസ്റ്റ് അല്ലല്ലോ വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരിക്ക്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് എനിക്ക് പുറത്തുനിന്ന് എന്ത് കഴിക്കുന്നതും ചിലപ്പോൾ നമുക്ക് തോന്നും പുറത്തുനിന്ന് കഴിക്കുന്ന സാധനത്തിനായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പക്ഷെ പഴംപൊരീൻ്റെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരിയാണ് ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നൊന്നുമില്ലല്ലോ. മൈദയും കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും പാകത്തിന് ചേർത്ത് നമ്മൾ ചുമ്മാ പൊരിച്ചെടുക്കുന്ന സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷെ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതിൽ അവർ എനിക്ക് തോന്നുന്നു പൊന്താൻ വേണ്ടിയിട്ട് അപ്പക്കാരോ അങ്ങനെ എന്തോ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും വലിയ ടേസ്റ്റ് ഒന്നും കിട്ടാത്തത്. ഇപ്പോൾ ഇവിടെ കണ്ട കലാപരിപാടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പഴംപൊരീൻ്റെ മൂടി പൊക്കിയതാണ്. പനി കഴിഞ്ഞ പിന്നെ ആരോഗ്യം കുറഞ്ഞെന്ന് പറയുന്നത് സത്യം. പക്ഷെ ഇത്രത്തോളം കുറഞ്ഞൊരവസ്ഥയിലെത്തൊന്നും ഞാനും കരുതിയില്ല. പനി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിയുന്നു. എന്നിട്ടും അതിൻ്റെ എഫക്റ്റ് ഒന്നും പോയിട്ടേ ഇല്ല. പണ്ടത്തെ പോലല്ല, ഇപ്പോഴത്തെ പനിക്കൊക്കെ വല്ലാത്ത എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.